Hello all, welcome to Dheepav Designs. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആരി എംബ്രോയിഡറി ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് ആരി എംബ്രോയിഡറിയുടെ ഫ്രെയിമും പിന്നെ ആരി സ്റ്റാൻഡും ആണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് വന്നിട്ട് സൈസ് 16 ആണ് വരുന്നത്. ഈ ഫ്രെയിമിൻ്റെ സൈസ് വരുന്നത് 16 ആണ്. അപ്പോൾ 16 സൈസ് ഫ്രെയിമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡും നമ്മൾ 16 തന്നെ എടുക്കണം. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചേക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ റിങ്ങും ആ 4 കാലും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആ കാല് ആ റിങ്ങിൽ കൊടുത്തേക്കുന്ന ഹോൾസുമായിട്ട് ഹോളിൽ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് പോപ്ലിൻ ക്ലോത്ത് ആണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോപ്ലിൻ ക്ലോത്തിൽ തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ആരി നീഡിൽ വേണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ലോക്കൽ അയൺ നീഡിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ പല ബ്രാൻഡുകളുണ്ട്, അതായത് തുലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ പലരും അതായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഐ തിങ്ക് അതിനേക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ അയൺ നീഡിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഇത് മറ്റേ സിൽക്ക് ത്രെഡൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ്. പിന്നെ ഇത് ബീഡ്സ്, അതുപോലെ കട്ട് ബീഡ്സിനൊക്കെ വന്നിട്ട് യൂസ്ഫുള്ളായിരിക്കും. ഈ നീഡിൽ വന്നിട്ട് കുറച്ചും കൂടി ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച 2 ഇതിനേക്കാട്ടിലും അതിൻ്റെ നീഡിൽ ഭയങ്കര തിന്നാണ്. ഇപ്പം നമുക്ക് സർദോസി അതുപോലെ ഷുഗർ ബീഡ്സ് ഒക്കെ വന്നിട്ട് ലോഡ് ചെയ്യാൻ ഈ നീഡിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് വന്നിട്ട് ഷുഗർ ബീഡാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ ഷുഗർ ബീഡാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് ഇപ്പോൾ നെക്സ്റ്റ് ഉള്ളത്. അത് കുറച്ചുകൂടി എന്താ പറയുക ഗ്ലോസി ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. പിന്നെ ഇത് ബീഡിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ്, മറ്റേ ഗോതമ്പിൻ്റെ ആ ഒരു ഷേപ്പുള്ളത്. ഇത് കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേരിയേഷൻസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിൽ ഈ ആൻറ്റിക് ഗോൾഡിൽ വരുന്നത് ട്യൂബ്സ് ആണ്. പിന്നെ ഇത് ഗോൾഡൻ സീക്വൻസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് വന്നിട്ട് മിററാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന മിററാണ്. പിന്നെ ഇതിൻ്റെ തന്നെ മിററിൽ തന്നെ നമുക്ക് വേറെയും പല ഷേപ്സ് വന്നിട്ട് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വന്നിട്ട് സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഡബിൾ ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾ ഈ സിൽക്ക് ത്രെഡ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് സരി ത്രെഡാണ്, അതുപോലെ തന്നെ സ്യൂവിങ് ത്രെഡ്. പിന്നെ നമുക്ക് വേണ്ടത് വന്നിട്ട് സർദോസിയാണ്. അപ്പോൾ ഇതൊരു തിൻ ടൈപ്പ് ഓഫ് സർദോസിയാണ്, ഭയങ്കര തിന്നായിരിക്കും. നെക്സ്റ്റ് ഇത് വന്നിട്ട് കുറച്ചും കൂടി ഒരു തിക്ക് ആൻഡ് ഗ്ലോസി ടെക്സ്ചറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സർദോസി വന്നിട്ട് നമുക്ക് ബോത്ത് ആരി നീഡലിലും ചെയ്യാം. അതുപോലെ ഇങ്ങനത്തെ നമുക്ക് ചെറിയൊരു ഹോളുള്ള നീഡിൽ ഉണ്ടാവും. സർദോസിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിലാണ് സർദോസി. അതുപോലെ ഷുഗർ ബീഡ്സൊക്കെ നമുക്ക് ഈ നീഡിൽ വെച്ചിട്ട് ചെയ്യാം. ട്രിമ്മർ, നെക്സ്റ്റ് മെഷർമെൻറ്റ് ടേപ്പ്. ഫൈനലായിട്ട് നമുക്ക് വേണ്ടത് വന്നിട്ട് കാർബൺ പേപ്പറാണ്. ഇത് യെല്ലോ കാർബൺ പേപ്പറാണ്. നമുക്ക് ട്രേസിങ്ങിന് വേണ്ടിയിട്ടും അതിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഉള്ളത് ഫാബ്രിക് ഗ്ലൂ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിൻ്റെ ആണ്. സോ ഇത്തരം മെറ്റീരിയൽസാണ് നമുക്ക് ആരി എംബ്രോയിഡറി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ആരി സ്റ്റാൻഡ് ഫിക്സ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ സ്റ്റിച്ചസിനെ കുറിച്ചും നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.